ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ കാട്ടിത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഇന്നത്തെ ഒരു പ്രൊമോ പറഞ്ഞാലോ? മീൻസ് ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡ്. അപ്പോൾ കുറച്ച് വൈകിപ്പോയി, വേറൊന്നുമല്ല, ജസ്റ്റ് ചെറിയ ഒരു അസൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രൊമോ ഒന്ന് കാണുക. കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോസിന് ഒരു ലൈക്കൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സുധീഷ് ഈ ഒരു കല്യാണാലോചന വന്നല്ലോ. അപ്പോൾ നമ്മുടെ സുഭാഷിന് ഈ ഒരു കല്യാണാലോചന വന്നല്ലോ. അപ്പോൾ അനുജന്മാരും നിധിയും ഒക്കെ ചേർന്നിട്ട് അവർക്ക് ഇങ്ങനെ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് ബ്രോക്കർ വന്നു, അവരിവിടെ വന്നു എന്ന് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സുഭാഷിന് എത്ര ചിന്തിച്ചിട്ടും ആ പെൺകുട്ടി അന്ന് കാണാൻ പോയപ്പോൾ ആ കുട്ടി പറഞ്ഞൊരു കാര്യം സുഭാഷിൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. ആ പെൺകുട്ടി അന്ന് ആദ്യമായിട്ട് കാണാൻ പോയത് അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ കാലായിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ നിധി ശ്രദ്ധിക്കുന്നുണ്ട് സുഭാഷ് പാട്ടൊക്കെ വെച്ച് അടുക്കളയിൽ നിൽക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ. പക്ഷേ സുഭാഷിൻ്റെ ഉള്ളിൽ പല ചിന്തകളും ഇങ്ങനെ കടന്നു പോവാണ്. അന്ന് ആ പെൺകുട്ടി പെണ്ണ് കാണാൻ പോയതിന് ശേഷം ഒരു ദിവസം കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് സംസാരിച്ചതിൽ ആ കുട്ടി വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ വീട്ടിൽ കൂട്ടുകുടുംബം ആ കുട്ടിക്ക് താല്പര്യമില്ലെന്നും പ്രത്യേകം മാറി താമസിക്കണം എന്നുള്ളതും ഇങ്ങനെ പറഞ്ഞതായിട്ട്. അപ്പോൾ സുഭാഷ് ആലോചിക്കണം, പിന്നെ അതെന്തുകൊണ്ടായിരിക്കും അതിന് മാറ്റം വന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ നമ്മുടെ നിധി അടുക്കളയിലോട്ട് വരണം കേട്ടോ. അപ്പോൾ എന്താണ് ഒരേ പാട്ടിനെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സുഭാഷ് ചേട്ടാന്ന് ചോദിച്ചേ. അതില്ല മോളെ, നേരത്തെ ആ പാട്ട് കേട്ടപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വീണ്ടും ഒന്നും കൂടെ വെച്ചതാന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് സുഭാഷിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിധി ചോദിക്കുന്നത്, എന്താ സുഭാഷ് ചേട്ടാ മുഖത്ത് ഒരു ടെൻഷൻ പോലെയൊക്കെ? ടെൻഷനൊന്നുമല്ല മോളെ, ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ കല്യാണാലോചന ഇങ്ങനെ കൊണ്ടുവന്നല്ലോ. പക്ഷേ ഞാൻ ആ കുട്ടിയെ അന്ന് പോയി കണ്ടിരുന്നു എന്ന് പറഞ്ഞല്ലോ, അല്ലാണ്ട് പോയി കണ്ടു എന്ന് പറഞ്ഞല്ലോ. അന്നേരം ആ കുട്ടി വ്യക്തമായിട്ട് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കൂട്ടുകുടുംബത്തോടെ കഴിയാൻ എനിക്ക് താല്പര്യമില്ല, വീട്ടുകാർക്കും താല്പര്യമില്ല, പ്രത്യേകമായിട്ട് താമസിക്കാനാണെങ്കിൽ ഈ കല്യാണത്തിന് താല്പര്യമുണ്ടെന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ അവർക്ക് മാറി എന്നുള്ളത് നിധിയുടെ ഉള്ളൊന്ന് ഞെട്ടാണ്. ഒരു കണ്ടീഷൻ വച്ചിട്ടാണ് ഈ കല്യാണം നടക്കാൻ പോണത്, നിധിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ എനിക്കെന്തോ വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ എന്ന് സുഭാഷ് നിധിയുടെ അടുത്ത് പറയാണ്. അപ്പോൾ നിധി ചോദിച്ചു, അനുജന്മാരെ വിശ്വാസമില്ലേ? അപ്പോൾ പറയും വിശ്വാസമാണ്, എനിക്ക് എല്ലാവരും വിശ്വാസമൊക്കെയാണ്. അല്ല അതല്ല ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടായിരിക്കും അവർ വീണ്ടും വന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടുത്തവും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് സുഭാഷ് തന്നെ പറയുന്നുണ്ട്, ചിലപ്പോൾ ഒരു പക്ഷേ അന്ന് കല്യാണം ആലോചിച്ച സമയത്ത് മോൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ, ഇപ്പം മോളൊക്കെ വന്ന് അപ്പോൾ ഒരു പെൺകുട്ടി കുടുംബത്തുണ്ട് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ അവർക്കൊരു താല്പര്യവും ഇൻട്രസ്റ്റും ഒക്കെ തോന്നുന്നതായിരിക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ നിധി ഉടൻ തന്നെ പറഞ്ഞു, അത് തന്നെ ആയിരിക്കും, അതായിരിക്കും അല്ലേ എന്നിങ്ങനെ സുഭാഷും പറഞ്ഞു. അഥവാ അതല്ലെങ്കിലോ മോളെ എന്നിങ്ങനെ സുഭാഷ് ചോദിക്കുന്നുണ്ട്. എന്തിനാ സുഭാഷ് ചേട്ടാ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? എല്ലാം നല്ലതിനാണെന്ന് കരുതി സമാധാനമായിട്ട് ഇരിക്കുന്ന ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ സുധീഷിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ സുധീഷ് ഒരു ഓട്ടം പോവാണ്. അപ്പോൾ ആ ഓട്ടം പോകുന്നത് ഒരു യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മാഡത്തിൻ്റെ ഓട്ടമാണ്. അപ്പം സുധീഷിനെ നന്നായിട്ട് അറിയാവുന്ന ഒരു മാഡമാണ്. അപ്പം കുറേ നാളായിട്ട് കാണാനൊന്നുമില്ല, അങ്ങനെ സുഖാന്വേഷണമൊക്കെ തിരക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യണതെന്ന് പറഞ്ഞപ്പോൾ സുധീഷ് പറഞ്ഞു, അങ്ങനെ സുധീഷിൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ പറയുന്നു. അപ്പം മാഡം പറഞ്ഞു, ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ സുധീഷേ കല്യാണമൊന്നും കഴിഞ്ഞത്, അത് പെട്ടെന്നുള്ള ഒരു കല്യാണമായിരുന്നു മാഡം, ഒരു അറേഞ്ച് മാരേജ് ഒന്നും അല്ല, ഒരു ലവ് മാരേജ് ആയിരുന്നു, കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെയോ എന്ന് പറഞ്ഞു. എന്നിട്ട് സുധീഷ് കാര്യങ്ങൾ പറയണേ, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, വലിയ വീട്ടിലെ കുട്ടിയാണ്, അവൾ ഗോൾഡ് മെഡലൊക്കെ മേടിച്ച് പഠിച്ചതാണ്, അപ്പോൾ അവൾക്ക് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ നേടി നല്ലൊരു രീതിയിൽ ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹമുള്ള കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു. അതേസമയം അവർ ചോദിച്ചു, അപ്പോൾ പിന്നെ എന്താണ് അത്, അവളുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ അവളുടെ അച്ഛൻ, അപ്പോൾ ആ കഥ പറയണം, ഇങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ അവളുടെ മുന്നിലിട്ട് തന്നെ അത് കത്തിച്ച് കളഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് പോയ സമയത്ത് ഇങ്ങനെ കത്തിച്ച് കളഞ്ഞു എന്ന് പറയുന്നു. പിന്നെ അത് കോളേജിൽ പോയി റീഇഷ്യൂവിന് വേണ്ടിയിട്ട് പറഞ്ഞ സമയത്ത് അന്നേരം എൻ്റെ അച്ഛനുമായിട്ടാണ് പോയത്, പക്ഷേ അന്ന് അച്ഛനെ കത്തിക്ക് ഇട്ട് കുത്തുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് വലിയ സീനൊക്കെ ആയതാ മേഡം എന്ന് പറഞ്ഞു. അതെയോ എന്ന് ചോദിച്ചിട്ട് അവരിങ്ങനെ അതിശയിച്ചിരിക്കുകയാണ്. അപ്പോൾ മാഡം ആ സർട്ടിഫിക്കറ്റ്സൊക്കെ ഒന്ന് തിരിച്ച് കിട്ടി, അവൾക്ക് നല്ലൊരു ഭാവി വേണം, എന്നെക്കൊണ്ട് അത് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഭർത്താവെന്ന് പറഞ്ഞിരിക്കണേ, മേഡത്തിനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ സുധീഷ്
ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു അതിനെന്താ, അതിന് ഹെൽപ്പ് ചെയ്യാമല്ലോ, ഒരു കാര്യം ചെയ്യുക, അടുത്ത ട്യൂസ്ഡേ നിങ്ങൾ രണ്ടുപേരും കൂടെ വൈഫിനെയും കൂട്ടി യൂണിവേഴ്സിറ്റിയിൽ വാ, നമുക്ക് പറ്റുന്ന രീതിക്ക് എല്ലാം സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആക്കി കൊടുക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും പഠിക്കുന്നതിന് നല്ലൊരു ഇതുള്ള ഭാവിയുള്ള കുട്ടിയല്ലേ. അപ്പോൾ അത് സർട്ടിഫിക്കറ്റ് കാരണം ഇനി അത് ഇല്ലാണ്ടായി പോയി അല്ലെങ്കിൽ അതിൻ്റെ ഭാവി ഇതായി പോയി എന്നുള്ളൊരു തോന്നൽ വേണ്ടെന്ന് ആ മേഡം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ സുധീഷിന് ഭയങ്കര സന്തോഷമാവാണ്. കാരണം നിധി ഇതറിയുമ്പോൾ അതിനേക്കാളേറെ സന്തോഷം. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഭാസ്കറിനെയാണ്. അപ്പോൾ ഭാസ്കരൻ കിച്ചണിലൊക്കെ വന്ന് നോക്കുകയാണ്, വിശക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സ്പെഷ്യൽ എന്നുള്ളതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോന്നായിട്ട് തുറന്ന് നോക്കുമ്പോൾ ഒരു പാത്രത്തിൽ ഇറച്ചി എന്തോ ആണെന്ന് തോന്നുന്നു, നോൺ ഐറ്റംസ് ആണ്. അപ്പോൾ അത് നോക്കിയപ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് വായിലിട്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഭാസ്കർ 1-2 കഷ്ണം കൂടെയൊക്കെ എടുത്ത് വായിലിട്ടപ്പോൾ നമ്മുടെ നിധീഷും കൂടെ അങ്ങോട്ട് എന്നിട്ട് നിധീഷ് കുറേ വഴക്ക് പറയണേ, നിങ്ങൾ എന്നെ ഈ കാണിക്കുന്നത്, പലയിടത്തും പിടിച്ച കൈ കൊണ്ട് ബാക്കിയുള്ളവർക്ക് കഴിക്കണ്ടേ, കൈയിട്ട് വാരണ്ട, അപ്പോൾ ഞാൻ കാലിട്ട് വാരടാന്നും പറഞ്ഞ് ഭാസ്കരൻ തിരിച്ചു പറയണം, നീ പോടാർക്കാന്ന് പറയും. അപ്പോൾ നിധീഷ് അതിന് വേണ്ടി കുറേ എടുക്കും. എന്നിട്ട് പിന്നെ ഭാസ്കർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. അപ്പോൾ നിധി പറയും, അച്ഛാ ഒന്ന് നിന്നേ അച്ഛാ, ഒന്ന് നിൽക്കുമെന്ന് പറയും. അപ്പോൾ ഭാസ്കരൻ നിൽക്കും, ഇനി എന്താണ് നിനക്കും എന്നെ ഇനി ഇച്ചിരി ഇറച്ചി എടുത്ത് നിന്നതിന് വഴക്ക് പറയണോ മോളെന്ന് ചോദിക്കുക. അതല്ല അച്ഛാ, നമ്മുടെ സുഭാഷേട്ടന് വേണ്ടിയിട്ട് നമ്മളൊരു ആലോചനയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ, മറ്റേ കവിത എന്ന് പറഞ്ഞ കുട്ടിയെ, അവരുടെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് നമ്മളെ സുഭാഷേട്ടനെ കാണാനും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ച് കല്യാണം ഉറപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. എപ്പോഴാണ് വരുന്നതെന്ന് അപ്പോൾ ഭാസ്കരൻ ചോദിക്കണം. അപ്പോൾ നമ്മുടെ നിധി പറയുന്നുണ്ട് ഉച്ച തിരിഞ്ഞ് വരുമെന്നാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ ഉമ്മറത്തോട്ട് പോവാണ്. അപ്പോൾ ആ സമയം നിധീഷിനെ കാണുമ്പോൾ നമ്മുടെ നിധി ചോദിക്കുന്നുണ്ട്, എന്താടാ മോനെ നിൻ്റെ മുഖം ഇത്ര ഡള്ളായിട്ടിരിക്കുന്നത്? ഒന്നുമില്ല ഏട്ടത്തി, ഇല്ല നിൻ്റെ മനസ്സ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, എന്നാലും ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ ഒരു കല്യാണം നമ്മളിപ്പോൾ മറച്ചു വെച്ച് നടത്തിയിരുന്നാലും ഒരു പക്ഷേ അവർ ഈ വീട്ടിലോട്ടേ കയറില്ല, അല്ലെങ്കിൽ സുഭാഷേട്ടനെ പിന്നെ ഈ വീട്ടിലോട്ടേ വിടില്ല, നമ്മളെയൊന്നും കാണാൻ സമ്മതിക്കില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു ക്യാരക്ടർ ആണെങ്കിൽ എന്ത് ചെയ്യും ഏട്ടത്തി എന്ന് ചോദിക്കുന്നുണ്ട്. നിനക്കെന്ത് പറ്റി? അങ്ങനെയൊന്നും ആവില്ല. അപ്പോൾ നമ്മുടെ നിധീഷ് പറയാണ്, ഒരു പക്ഷേ ഇപ്പോൾ ഏട്ടത്തിയാണെങ്കിലും ഇതുപോലെ നാട്ടിലൊക്കെ അന്വേഷിച്ചിട്ടാണെങ്കിൽ ഈ വീട്ടിൽ വരില്ലായിരുന്നല്ലോ. അപ്പം നിധി പറഞ്ഞു, ആ കുട്ടിയും അതുപോലെ ഇവിടെ വന്ന് കഴിയുമ്പോൾ നിധി പറഞ്ഞു, ഞാൻ ഈ വീട്ടിൽ ഇതൊന്നും അന്വേഷിക്കാണ്ടല്ലേ വന്ന് കയറിയത്, എനിക്ക് നിങ്ങളെല്ലാ പേരെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, നല്ല സ്വഭാവവും നല്ല സ്നേഹവും, ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. ആ കുട്ടിയും അതുപോലെയൊക്കെ മനസ്സിലാക്കി ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ നിന്നെങ്കിൽ ഒരുമിച്ച് എല്ലാവരും ജീവിച്ച് അങ്ങ് സന്തോഷത്തോടെ പോകുമ്പോൾ അതൊരു നല്ലതല്ലേ എന്നൊക്കെ പറയും. അപ്പം നിധീഷ് പറയും, ആർക്കറിയാൻ ചേട്ടത്തി, ഇനിയിപ്പോൾ സുഭാഷ് ഏട്ടനെ മാറ്റി അടർത്തിക്കൊണ്ട് നമ്മളെ കുടുംബത്തിൽ നിന്ന് പോവും, കുറേ കഴിയുമ്പം ഏട്ടത്തി പോവും, ഏട്ടത്തിയെ ഇവിടെ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ലല്ലോ, ഇപ്പം ഞങ്ങളുടെ ഒരു വിഷമം കൊണ്ട് ഏട്ടത്തി നിൽക്കുന്നതല്ലേ, എന്നാലും ഏട്ടത്തിക്ക് പോകണ്ടേ, ഏട്ടത്തി ഇവിടെ പിടിച്ചു നിർത്തുന്നതും ഒരു സ്വാർത്ഥതയല്ലേ ഏട്ടത്തി എന്നൊക്കെ നമ്മുടെ നിധീഷ് പറയുന്നുണ്ട്. അപ്പോൾ നിധി ഭയങ്കരമായിട്ട് നിധിക്ക് ഉള്ളിൽ ഫീലിങ്സ് വരെയാണ് കേട്ടോ. കാരണം നിധീഷിൻ്റെ സംസാരം കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ്. നീ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കില്ലേ നിധീഷ് എന്ന് പറയുന്നുണ്ട്. ഇല്ല ഏട്ടത്തി, ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്, സുഭാഷ് ഏട്ടനും ഏട്ടത്തിയും ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആരാ ഈ വീട്ടിലുള്ളത്, പിന്നെ പഴയ പോലെ ഒരു ഭ്രാന്താലയാവും, പിന്നെ ഞാനും ഇങ്ങോട്ടൊന്നും വരില്ല, ഞാനും എങ്ങോട്ടെങ്കിലും പോകും, നീ എങ്ങോട്ട് പോകാനാ നിധീഷ് എന്ന് നിധി ചോദിക്കുകയാണ്. എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും ഏട്ടത്തി എന്ന് പറയുന്നുണ്ട്. നീ എന്തിനാ നിധീഷ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇല്ല ഏട്ടത്തി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത് വിട്, കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും വാങ്ങണ്ടേന്ന് ചോദിക്കും. അപ്പോൾ നിധി പറയുന്നുണ്ട്, നിൻ്റെ ഉള്ളിൽ കരയണതും വിങ്ങണതും എനിക്ക് മനസ്സിലാവണുണ്ട് നിധീഷ് എന്ന് പറഞ്ഞിട്ട് നിധി കരയണ്. ഏട്ടത്തി എന്തിനാ കരയണത്, എനിക്ക് അതൊക്കെ ഓക്കെ ആയിക്കോളൂ ഏട്ടത്തി, ഏട്ടത്തി വിഷമിക്കേണ്ടെന്ന് പറയും. അതെ, ആ മാറ്ററങ്ങ് വിട്ടേ, നമുക്ക് സ്വീറ്റ്സ് ഞാൻ പോയി മേടിച്ചുകൊണ്ട് വന്നാലോ. അപ്പം നിധി പറയും, വേണ്ട, സുധീഷ് വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരും, ഇന്നിപ്പോൾ അവർ വരുന്ന കാര്യം ഞാൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ സുധീഷ് വരുമ്പോൾ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ നിധീഷ് പറയും, വേണ്ട ഏട്ടത്തി ഞാൻ പോയി വാങ്ങാമെന്ന് പറയും. അപ്പം നമ്മുടെ ഭാസ്കരൻ ഉമ്മറത്ത് നിന്ന് എഴുന്നേറ്റ് ഫ്രണ്ടിൽ വന്നിട്ട് പറയുന്നുണ്ട്, അതെ ഇനിയിപ്പോൾ സ്വീറ്റ്സ് വാങ്ങാനും മറ്റൊന്നും നീ പോണ്ട. എന്നിട്ട് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, അതെ ഈ പെൺകുട്ടിക്ക് മാറി താമസിക്കണം, പ്രത്യേകം ഒരു വീടെടുത്ത് താമസിക്കണം എന്നുള്ളത് സുഭാഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞേക്കണത്? ഇല്ല, ഇനി അച്ഛനായിട്ട് പറയണ്ട, ഞാനായിട്ട് പറയുന്നില്ല, ഇനിയിപ്പോൾ ഈ കല്യാണത്തിന് മുന്നേ ഉള്ള സംസാരത്തിൻ്റെ ഇടയിലോ വീട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നൊക്കെ അതെങ്ങാനും സുഭാഷ് അറിഞ്ഞാൽ എൻ്റെ അനുജന്മാരെ വിട്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടക്കുമോ?
എന്നിങ്ങനെ പറഞ്ഞിട്ട് ഭാസ്കരൻ പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, എന്തായാലും സ്വീറ്റ്സ് ഞാൻ പോയി മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ സൈക്കിളും കൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ നിതീഷ് മുഖത്തോട് മുഖം നോക്കി എന്നിട്ട് നിതീഷ് പറയും, ഇനി ഇങ്ങേര് ചെന്ന് എന്താ മേടിച്ചുകൊണ്ട് പറഞ്ഞേ, അവർക്കൊക്കെ നല്ല സാധനം കൊടുക്കണ്ടേ. അപ്പം നിധി വഴക്ക് പറയും, നിങ്ങൾ അച്ഛന് ഒരു ഇതും കൊടുക്കാറില്ല, അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങൾ അച്ഛൻ ചെയ്തോട്ടെ, അതിനുള്ളൊരു അവസരം നിങ്ങൾ കൊടുക്കും നിതീഷ്, ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നിതീഷ് അകത്തോട്ട് പോവാണ്. അപ്പോൾ ഏകദേശം ഒരു സീന് ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും എല്ലാം നല്ല വീടൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയറും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് എല്ലാവരും ഉണ്ട്. സുധീഷും നിതീഷും ഹരീഷും ഒക്കെ ഉണ്ട്. സുഭാഷ് അങ്ങനെ മുണ്ടൊക്കെ കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഭാസ്കരൻ നല്ല ടിപ്പ് ടോപ്പായിട്ട് മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് ഉമ്മറത്ത് വന്ന് നിൽപ്പുണ്ട്. എന്നിട്ട് ആ സൈക്കിളൊക്കെ ഫ്രണ്ടിൽ നിന്ന് എടുത്ത് മാറ്റി ഒതുക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം, അതായത് സീറ്റ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എല്ലാം വെച്ചൊക്കെയാണ്. എന്നിട്ട് റൂം ഫ്രഷ്നറൊക്കെ അടിച്ച് സുധീഷ് നല്ല അടിപൊളി നല്ല സ്മെല്ലൊക്കെ ആക്കി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നിധി ഫ്രണ്ടിലോട്ട് വന്ന് നോക്കി നിൽക്കുകയാണ് അവർ വരുന്നുണ്ടോയെന്ന്. അപ്പോൾ അച്ഛൻ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ നിധി നോക്കി നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വണ്ടിയുടെ ഹോണ് വെക്കുകയാണ്. അപ്പോഴേക്കും ബ്രോക്കറും അവരൊക്കെ വരണം. അങ്ങനെ കാറ് വന്നു. അപ്പോൾ നിധി ഓടിച്ചതിനകത്ത് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ അവരൊക്കെ വന്നിട്ടുണ്ടെന്ന്. പക്ഷേ സുഭാഷ് ഒരു ഉഷാറൊന്നും ഇല്ലാണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നിതീഷും അവരൊക്കെ ചോദിക്കുന്നു, ഉഷാറായിട്ട് ഇരിക്കും സുഭാഷ് ഏട്ടാ, ഇതെന്താണ് ഇങ്ങനെ? അവരൊക്കെ നല്ല ഉത്സാഹത്തോടെയാണ് നിൽക്കുന്നത്. ഇതെല്ലാം മറന്ന് ആ വിഷമമൊക്കെ മാറ്റി വെച്ച് അവർ നിൽക്കുകയാണ്. അപ്പോൾ ഇതേ സമയം സുഭാഷ് നല്ല ഉഷാറായിട്ട് നിൽക്കും. അങ്ങനെ അവിടെ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പിന്നെ അമ്മാവനും ആനന്ദമാണ്, അവർ മൂന്നുപേരും ബ്രോക്കറുമാണ് വന്നത്. അങ്ങനെ അവർ വന്ന് അവരെല്ലാവരും ചുറ്റിനും ഇരിക്കുകയാണ്. അപ്പം നിധി പറയും, ഞാൻ എന്നാൽ ചായ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് തുടങ്ങുന്ന രംഗത്തോടു കൂടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആവുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്രൊമോ ഇഷ്ടമായോ? കേട്ട് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാറ്റത്തെ ക്ലിക്ക് കൂടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ, ടാറ്റാ.